ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളെല്ലാവരും ഫേസ് ടു ഫേസ് കാണുന്നത്. അപ്പോൾ ചില ക്യൂരിയോസിറ്റി നമ്മുടെ ഒരാൾ എങ്ങനെ മാറി അല്ലേ അല്ലേ ഒരു വേറൊരു നമ്മുടെ ബാച്ചലർ ലൈഫിൽ നിന്ന് വേറൊരു ഒരു മാറ്റം കൃത്യമായി പറഞ്ഞാൽ പ്രായം ചെന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം. LCC കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പറ്റ കൂട്ടുകാർ ഒന്നിച്ചുള്ള ഒരു യാത്ര 2025 ഓണത്തിന് മുമ്പായി വയനാട്ടിലേക്ക് അങ്ങ് തിരിച്ചു. അതുകൊണ്ട് 1-2 പേരല്ല വന്നത്, അതാണ് ഒത്തിരി പേര്. വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം. ദൂരെ ജോലി സ്ഥലത്ത് നിന്ന് പോലും പറയാറില്ലേ ചാർട്ട് ചെയ്ത ഫ്ലൈറ്റ് പിടിച്ചു വരുന്നു. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടീം അങ്ങ് എത്തിച്ചേർന്നുണ്ടോ ഈ LCC കൂട്ടായ്മയിലേക്ക്. കൂട്ടായ്മയുടെ ചുക്കാൻ പിടിക്കാൻ നമ്മുടെ രജീന്ദ്രൻ തന്നെ മുന്നിലുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പറയേണ്ടല്ലോ, എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി 2 ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തി. അതാണ് അതിൻ്റെ രഹസ്യം. സമയം തന്നെ കണ്ടെത്തുകയാണ് ഉണ്ടായത്, ആഘോഷിക്കാൻ വേണ്ടി വിചാരിച്ചു. പക്ഷേ നമ്മുടെ യാത്രയുടെ സുഖമുണ്ടല്ലോ, മുന്നൊക്കെ നമ്മൾ പറയാറില്ല എവിടേക്ക് എന്ത് എന്ന് എപ്പോഴെന്ന്, അതൊന്നുമല്ല. നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട്, അതാണ് അതിൻ്റെ വൈബ്. പ്രത്യേകിച്ചും പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും ആഘോഷിക്കാനും സന്തോഷം കണ്ടെത്തുവാനും കിട്ടിയ സമയം ആരും തന്നെ പാഴാക്കിയില്ല. അതാണ് അതിൻ്റെ രഹസ്യം ഉണ്ടായത്. നമുക്ക് ഇത്രയൊക്കെ ഏജ് ആയില്ലേ, പല പ്രശ്നങ്ങളുണ്ടാവും എല്ലാവർക്കും. പല കുടുംബങ്ങളായിട്ട് ഇപ്പോൾ മാറി മാറി നമ്മൾ താമസിക്കുന്നതല്ലേ. സന്തോഷങ്ങളൊന്നും ഒരിക്കലും പർച്ചേസ് ചെയ്യാൻ കഴിയില്ലല്ലോ. പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് നമുക്ക് ടൂറിന് വരാനും കഴിയില്ല. തീർത്തും അത് മണ്ടത്തരം തന്നെയാണ്. ഈ യാത്രയെക്കുറിച്ച് ഭയങ്കര ഇഷ്ടത്തോടു കൂടിയാണ് പലരെയും വാക്കുകളിൽ നിന്ന് നമ്മൾ കണ്ടത്. നമ്മളിപ്പം തന്നെ കണ്ടില്ല, പലരും യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി പല ടേൺ ഔട്ടിലാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം ബസ്സിലായാലും ശരി, യാത്രയിലുടനീളം അടിച്ചുപൊളിയാണ്. അപ്പം തന്നെ നമുക്ക് ഓരോരുത്തരോടും തന്നെ ഈ അനുഭവത്തിൽ അടിപൊളി അടിപൊളി ഇന്നത്തെ യാത്ര അടിപൊളി. നമ്മളെ യാത്രയെക്കുറിച്ച് കൂടുതൽ ഒന്നും പറയാനില്ല. സൂപ്പർ. നമ്മളെ യാത്രയെക്കുറിച്ച് നമ്മളെ കെട്ടിയവര് എങ്ങനെ അടിപൊളി 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 സൂപ്പർ. നമ്മളെ അനുഭവം അഭിനയിക്കാനേ കഴിഞ്ഞുള്ളൂ, പറയാൻ കഴിഞ്ഞില്ല, പറയാൻ വാക്കുകളുണ്ടായില്ല. അതാണ് ഈ യാത്രയ്ക്കുണ്ടായ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഉണ്ടായത്. എല്ലാവരും ശരിക്കും ഒരു റീബൂട്ടിങ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. നമ്മളെ ഈ യാത്രയിൽ പങ്കുകൊള്ളാൻ കഴിയാത്തവർക്ക് ഒരു പരസ്യമായിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നത്. ഇതിൻ്റെ മുന്നിലും ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, ഓരോരോ സ്റ്റേജിലും ഡിസ്കഷനും കാര്യങ്ങളും റൂമും കാര്യങ്ങളും എല്ലാം ആയിട്ട് പലരും വന്നിട്ടുണ്ടായിരുന്നു. ജസ്ലീൻ ജി, നമ്മുടെ ഒത്തിരി പേരുകളൊന്നും എനിക്ക് പെട്ടെന്ന് കിട്ടായിട്ടാണ്. അപ്പോൾ ഇവരെ രേഖാജിയുടെ ഒക്കെ പാട്ടുകൾ ഇതെല്ലാം തകർത്താടുകയാണ് ഉണ്ടായത്. ഈ വീഡിയോ എന്തുകൊണ്ട് പെട്ടെന്ന് റിലീസ് ചെയ്തില്ലെന്ന് ചോദിക്കുന്നത്, എല്ലാത്തിനും ഒരു സമയമുള്ള ദാസ. അതായിരിക്കും 1000-ൽ പരം വീഡിയോകളും ഫോട്ടോകളും ഇടയിൽ നിന്ന് തെരഞ്ഞു പിടിച്ച് നല്ലത് മാത്രം നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാൻ ഒത്തിരി ഒരു ഭാരിച്ചൊരു ഉത്തരവാദിത്വം തന്നെയാണ് എൻ്റെ തലയിലായിരുന്നത്. പരമാവധി ചെയ്യാൻ കഴിഞ്ഞെന്ന ഒരു സംതൃപ്തിയിലാണ് ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് ഈ ചെറിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നു. അങ്ങനെ റീൽ എടുക്കാൻ ഓരോരുത്തർ മക്കളെ ബസ്സിൽ പിടിക്കണ്ട.
പിടിച്ചേ. ഈ വീഡിയോകൾക്കുള്ളൊരു പ്രസക്തി ഉണ്ടല്ലോ, ഒരുപാട് കാലം കഴിയുന്നവരെ നമ്മൾ തീർത്തും നമ്മളത് നോക്കിക്കൊണ്ടേയിരിക്കും. ഏതായാലും ഡിയർ ഗൈസ്, നിങ്ങളെ ആ ശബ്ദങ്ങളെല്ലാം കേട്ടില്ല. ഞാൻ അത് വീഡിയോ എടുക്കുന്ന സമയത്തുണ്ടായ ഓഡിയോ തന്നെയാണ് അതിന് പ്രാമുഖ്യം എനിക്ക് തോന്നി. അതാണല്ലോ നമ്മളെ ആ കാലഘട്ടത്തിലെ തിരിച്ചറിവുകളും ആ ശബ്ദങ്ങളും നോട്ടങ്ങളാണല്ലോ നമുക്ക് വേണ്ടത്. അതിന് തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു മ്യൂസിക്കൊന്നും അതിനൊന്നും കൊടുക്കാതിരുന്നത്. അതിൻ്റെ രസം അത് ഒരു അഭംഗിയായി തോന്നുന്നു. ഏതായാലും ആ നൗഫൽ ബായുടെ എൻട്രിങ് ഉണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന് നേരിട്ട്. കൂടാതെ ഡാൻസ് ഉണ്ടായിരുന്നു, വിൻഡോസ് റീബൂട്ടിങ്. എന്നാലും കോമഡിക്ക് വേണ്ടി നമ്മളൊന്ന് സാധനം ചെയ്തു, പക്ഷേ ലിപ്സിങ് ഒട്ടും ശരിയായില്ല. അതാണ് ഇത് പാടിപ്പോയത്. മറ്റൊരു കോമഡി പേരാമ്പ്രയിൽ ചായ കുടിച്ചതിന് ശേഷം 1-2 പേരെ കാണാതായ കഥ ഉണ്ട്. അതൊക്കെ പിന്നീട് പറയാം. ഏതായാലും നമ്മൾ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നത് തന്നെ യാത്രകളൊന്നും ഇനി അവസാനിപ്പിക്കുന്നില്ല അല്ലേ. ഞാൻ നിങ്ങളുടെ സ്വന്തം രാജേഷ്. വീണ്ടും അടുത്ത യാത്രയായി നമുക്ക് തയ്യാറായി. ഓക്കെ, താങ്ക് യു.